ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-നാണെന്ന് അറിഞ്ഞിരിക്കുക. 2005 ഒക്ടോബർ 12-നാണ്. ആസ്ഥാനം, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ്. ഈ ഓഗസ്റ്റ് ക്രാന്തി ഭവന് മറ്റൊരു പേരൂടെ കൊടുത്തിട്ടുണ്ട്, പുതിയതായിട്ട് CIC ഭവൻ എന്നൊരു പേരൂടെ കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. രണ്ടുപേരും പഠിച്ചു വെക്കുക. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാരെന്ന് ചോദിച്ചാൽ പ്രസിഡന്റാണ്, രാഷ്ട്രപതിയാണ് ഇവരെയെല്ലാം നിയമിക്കുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 10 പേര് വരെയാകാം. എന്ന് വെച്ചാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10 പേര് വരെയാകാം. 10-ൽ താഴെ എത്ര വേണമെങ്കിലാകാം, 10-ൽ കൂടുതലാവാൻ പാടില്ല എന്ന് അറിഞ്ഞിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഈ മാറ്റം വരുത്തിയത് 2019 ഭേദഗതിയിലൂടെയാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഈ മുഖ്യ വിവരാവകാശ കമ്മീഷനും മറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് രാഷ്ട്രപതിയുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി രാജി സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണെന്നും അറിഞ്ഞിരിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷനും അംഗങ്ങളുടെയും രാജി സ്വീകരിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണെങ്കിലും ഇതിലെ അംഗങ്ങളെയും മുഖ്യ വിവരാവകാശ കമ്മീഷനെയും നിർദ്ദേശിക്കുന്നത് 3 പേരടങ്ങിയ ഒരു കമ്മിറ്റിയാണ്. ആ 3 പേര് ആരൊക്കെയെന്ന് പഠിച്ചു വെക്കാം. 1 പ്രധാനമന്ത്രിയാണ്, 2 ലോകസഭയുടെ പ്രതിപക്ഷ നേതാവാണ്, പിന്നെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷനുണ്ട്, പ്രൈം മിനിസ്റ്റർ നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരിക്കും ആ വ്യക്തി, അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനിയും നമ്മുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്ന് ചോദിച്ചാൽ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഓക്കെ അല്ലേ? രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷനായിരുന്നു ആര്? AN തിവാരി. മറന്നു പോകരുത്, PSC ചോദിച്ചിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിരുന്നു ആര്? ദീപക് സന്ധു. ഓർത്തിരിക്കുക, PSC ചോദിച്ച കാര്യമാണ് ദീപക് സന്ധു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ എല്ലാം പഠിച്ചു വെക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്